IFFKയുടെ വേദിയിൽ എനിക്കിപ്പോൾ ഏറ്റവും സങ്കടം വരുന്നത് പ്രേംകുമാർ ഏട്ടൻ. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്തിനാണ് പുള്ളിയെ മാറ്റിയത്? അതിപ്പോൾ ഞാൻ പറഞ്ഞാലൊരു വിവാദമായാലും ആയില്ലെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. ബാക്കി എല്ലാ സ്ഥാനമാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, അവരൊക്കെ അതേ പോസ്റ്റിൽ ഇരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിയെ മാറ്റിയത്? ആശാരി വർക്കേഴ്സിനെ ഒന്ന് പുള്ളി അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണോ? കാരണം ഇനി 1.5 മാസം കൂടിയേ ഉള്ളൂ. ആ 1.5 മാസം പുള്ളി ഇരുന്ന് എന്താ കുഴപ്പം? കഴിഞ്ഞ വർഷം എത്ര ഭംഗിയായിട്ടാണ് പുള്ളി അത് നടത്തിക്കൊണ്ട് പോയത്. ഒരു വൈസ് ചെയർമാൻ ഉണ്ടെന്ന് നമുക്ക് അറിയിപ്പിച്ചു തന്നത് പ്രേംകുമാർ ഏട്ടനാണ്, അല്ലേ? അപ്പം കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായിരുന്നോ? നമ്മൾ സിനിമ തിരഞ്ഞെടുക്കണം അതൊന്നും അല്ല, എത്ര നീറ്റായിട്ടാണ് കൂളായിട്ടാണ് IFFK പോയത്, അല്ലേ? ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ പുള്ളിയെ മാറ്റിയതിനോട് ഞാൻ ഒട്ടും യോജിപ്പില്ല. ഞാൻ മാത്രമല്ല, എല്ലാവരോട് ചോദിച്ചപ്പോഴും എല്ലാവരും ഒരേ അഭിപ്രായമാണ്. കാരണം പുള്ളിയെ അവരും ഇതൊക്കെ ഒരു പൊളിറ്റിക്സിനെയും കാട്ടിയും ഏറ്റവും വലിയ പാരകളെന്നേ ഞാൻ പറയുള്ളൂ. പലർക്കും അഭിപ്രായം പറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ പാടില്ല, വ്യക്തിയുടെ ഇഷ്ടങ്ങൾ പറയാൻ പാടില്ല. ഇപ്പം നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവും, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് പല സ്ഥലത്തും കാണുന്നത്.